അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു റേഡിയോ ഉസ്താദിൻ്റെ ചോദ്യമുണ്ട് ഉസ്താദെ. എല്ലാ ദിവസവും റമളാനിൽ നിയ്യത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു ദിവസം മറന്നുപോയി, എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. എല്ലാ ദിവസത്തിനും അതാത് ദിവസത്തിന്റെ രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യൽ വുജൂബാണ് ഫർദ് നോമ്പിന്. അങ്ങനെ സാധാരണ ചെയ്യുന്ന ആളുമാണ്. ഒരു ദിവസം നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, എന്നാൽ അദ്ദേഹം ചെയ്യേണ്ടത് പകൽ സമയത്ത് നോമ്പുകാരെ പോലെ തന്നെ ഇംസാക്ക് ചെയ്യുക. അതായത് നോമ്പിൽ പാടില്ലാത്ത ഭക്ഷണം, പാനീയം, ഭാര്യയുമായി കൊണ്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ നോമ്പുകാരനെ പോലെ നിൽക്കുകയും പിന്നീട് റമളാൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസത്തെ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പൊ രണ്ട് കാര്യം വേണം. അന്ന് നോമ്പുകാരനെ പോലെ നിൽക്കുക. അതിന് നോമ്പ് എന്നല്ല പറയാ, ഇംസാക്ക് എന്നാ. നോമ്പുകാരനെ പോലെ നിൽക്കണം. എന്നാൽ അതുകൊണ്ട് നോമ്പാവൂല്ല. പക്ഷെ ഈ ഇംസാക്ക് ചെയ്തതിന് കൂലി കിട്ടും. അത് റമളാന്റെ പകലിനെ ബഹുമാനിക്കുക എന്നുള്ള നിലക്ക, അതിന് പ്രതിഫലം ഉണ്ടാവും. പക്ഷെ നോമ്പാവൂല. നോമ്പ് പിന്നെ ഖളാ വീട്ടണം. ഇതാണ് ഷാഫി മദ്ഹബിൽ അതിനുള്ള വഴി. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദെ. അതുപോലെ സംശയമാണ്, അത് ഉറപ്പില്ല ഒരാൾക്ക്. ചെയ്തിനോ ചെയ്തിട്ടില്ലെന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അത് കിട്ടുമോ? പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നിട്ട് ഏതൊരു മദ്ഹബ് പ്രകാരം അത് അറിയില്ലേ, പിന്നെ 30 ദിവസത്തേക്ക് നോമ്പ് നിയത്ത് ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറയുന്ന കേട്ടു. അതും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഏതോ ഒരു മതബിലുള്ളവരൊന്നും ഞമ്മക്ക് നടക്കൂല റോയിസെ. അതിനൊക്കെ വേറെ മസലല്ലേ. മാലിക്കി മതബിൽ അങ്ങനെ ഒരു കൗലുണ്ട് എന്നൊക്കെ പറയണം. പക്ഷെ മാലിക്കി മതബിൽ കൗലുള്ളത് കൊണ്ട് കാര്യമില്ല. ആ മദ്ഹബിനെ നമ്മൾ തഖ്ലീദ് ചെയ്യുകയും ആ മദ്ഹബിന്റെ നിയമപ്രകാരം നോമ്പിന്റെ ഫർള്, ഷർത്ത്, നോമ്പ് ബാത്തിലാവുന്ന കാര്യം എന്നിവ മനസ്സിലാക്കി അവ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയും വേണം. എന്നാലേ അത് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഉദാഹരണം പറഞ്ഞാൽ, മദി പുറപ്പെട്ട നോമ്പ് മുറിയുന്നാണ് മാലിക്കി മദ്ഹബ്. അപ്പോ റമദാൻ 1-ന്റെ അന്ന് 30 ദിവസത്തെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതിയെന്ന് നിയ്യത്ത് ചെയ്തു. ഒരു ദിവസം മറന്നന്ന് മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ ഇന്ന് നോമ്പെടുത്തത് എന്ന് കരുതി. അപ്പൊ കിട്ടി. അതിന്റെ ഇടക്ക് ഇവന്റെ ഭാര്യയായിട്ട് ടെലിഫോൺ ചെയ്തു. ടെലിഫോൺ ചെയ്തപ്പോ ഭാര്യയായിട്ടുള്ള ആ സംസാരത്തിന്റെ ഇടയിൽ ഇവനെന്തായി, മദി പുറപ്പെട്ടു. എന്നാലോ ഷാഫി മദ്ഹബ് അനുസരിച്ച് നോമ്പ് മുറിയില്ലല്ലോ. എന്നാ എന്റെ നോമ്പ് മുറിയില്ലാന്ന് നിൽക്കാൻ പറ്റുമോ? കാരണം എന്താ, ഓ അന്ന് രാത്രി നിയ്യത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഓന് നോമ്പില്ല. എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് 30 ഒന്നിച്ച് നോൽക്കാൻ കരുതിയത് കൊണ്ട് നോമ്പുണ്ട് എന്ന് വെച്ച്. പക്ഷെ മദി പുറപ്പെട്ടാ പൊറിയുമല്ലോ. അപ്പൊ ഈ മദ്ഹബ് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. മദ്ഹബ് മാറണേ കുഴപ്പമൊന്നുമില്ല. മാറുകയാണെങ്കിൽ ആ മദ്ഹബാണ് ആ വിഷയത്തിൽ ശരി എന്ന് അംഗീകരിക്കുകയും ആ മദ്ഹബ് അനുസരിച്ച് സഹിഹാകാൻ വേണ്ട അതിന്റെ ഷർത്ത്, ഫർള്, ബാത്തിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുകയും വേണം. അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. മനസ്സിലായില്ലേ? ഞമ്മക്ക് എപ്പോഴും നല്ലത് ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യുക. അതിന്റെ വീഴ്ചകൾ അതനുസരിച്ച് തന്നെ പരിഹരിക്കുക. അതാണ് അതിന്റെ മാർഗം. അപ്പം നിയ്യത്ത് മറന്നു, ഉറപ്പില്ല, ചെയ്തോ ചെയ്തില്ലേ എന്ന് സംശയമാണ്. എന്നാൽ കുറെ കഴിഞ്ഞിട്ടെങ്കിലും ചെയ്തു എന്ന് ഉറപ്പാകുകയാണെങ്കിൽ ഖളാ വീട്ടണ്ട. എത്രയായിട്ടും ആ സംശയം നീങ്ങണില്ല. എത്രയായിട്ടും ആ സംശയം നീങ്ങണില്ല. എന്നാൽ ആ ദിവസത്തെ നോമ്പ് ഖളാ വീട്ടണം. സംശയമാകുമ്പോൾ 2 രീതി വരും എന്നർത്ഥം. തൽക്കാലം സംശയമാണെങ്കിലും നല്ലോണം ആലോചിച്ച് കുറച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞ് നോക്കുമ്പോ എന്താ, റുവൈസിനൊരു അടി കൊടുക്കാനുണ്ട്. ഒരു മൊട്ടത്തല വിട്ടീനി റുവൈസിന്റെ പേരിൽ. ഞാൻ റുവൈസ് വിട്ടതോ റുവൈസിന്റെ അവിടെ വേറെ കുട്ടികളാരെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. ഒരു മൊട്ടത്തല കണ്ടീനി റുവൈസിന്റെ പേരിലിട്ടാ. അപ്പൊ തന്നെ ബടി എടുത്തിട്ടൊന്ന് തരണമെന്ന് കരുതിയതാണ്. പിന്നെ കരുതി കുട്ടികളാരെങ്കിലും ഒക്കെ വിട്ടതായിരിക്കുന്ന്. അല്ലാതെ റുവൈസ് ഇപ്പൊ അങ്ങനെ മൊട്ടത്തല വിടൂലെന്നുള്ള. അപ്പം സംശയം വന്ന് ഉടനെ തന്നെ, അല്ലെങ്കിൽ അധികം താമസിയാതെ, നിയ്യത്ത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായാലും ഖളാ വീട്ടണം. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടും ഉറപ്പാകണില്ല, എന്നാലും ഖളാ വീട്ടണം. അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും
നിയ്യത്ത് ചെയ്തു എന്ന് ബോധ്യം വന്നാൽ ഖളാ വീട്ടേണ്ടതില്ല, അതുകൊണ്ട് മതിയാവും.